Welcome back to this class. Here we are discussing applications of integrations. First part, area under the curve. Here a graph is given. That is what y equal to f of x. And look at the shaded area. This area is lying above the x-axis between the points A and B. അപ്പോൾ നമുക്ക് ഈ ഷെയ്ഡ് ചെയ്ത ഏരിയ ഷെയ്ഡ് ചെയ്ത റീജിയൻ്റെ ഏരിയ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏരിയ ഫൈൻഡ് ചെയ്യുമ്പോൾ എബോവ് ദ എക്സ് ആക്സിസ്, അതുപോലെ കർവിൻ്റെ അണ്ടർ താഴെ, ബിറ്റ്വീൻ ദീസ് ടു പോയിൻറ്റ്സ്, ഈ പോയിൻറ്റ്സ് ഗിവൺ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഏരിയ കാണേണ്ട ഇൻ്റഗ്രേഷൻ്റെ ഫോമുലയാണ് ഏരിയ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി വൈ ഡി എക്സ്. വാട്ട് ഈസ് വൈ? വൈ ഈസ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. എ ഫംഗ്ഷൻ വിൽ ബി ഗിവൺ. സംടൈംസ് ഇറ്റ് വിൽ ബി എ പോളിനോമിയൽ ഫംഗ്ഷൻ ഓർ ടെക്നോമെട്രിക് ഫംഗ്ഷൻ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു നോക്കണം. ഏരിയ ഓഫ് ദ ഷെയർഡ് പാർട്ട് ഓർ ഏരിയ അണ്ടർ ദ കർവ് ഈസ് വാട്ട് ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി വൈ ഡി എക്സ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നോക്കാം നമുക്ക്. Find the area enclosed by the circle x square plus y square equal to a square. നമുക്കറിയാം, we have learned this from first year classes. Okay, x square plus y square equal to a square, where a is the radius of the circle. അപ്പോൾ സർക്കിൾ ഇങ്ങനെ വരക്കുക. This is a circle, its center is at origin, and ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരമാണ് a, അല്ലേ, റേഡിയസ് a. ആ പോയിൻ്റ് ആകുമ്പോൾ a0. അപ്പോൾ അത് മുകളിലായാലും എ സീറോ, കാരണം സർക്കിളാകുമ്പോൾ എല്ലാ പോയിൻറ്റ്സും സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ റഫായിട്ട് സർക്കിൾ വരച്ച് നോക്കണം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ റെപ്രസെൻറ്റ്സ് ദിസ് സർക്കിൾ. ദെൻ ഫസ്റ്റ്ലി വി ആർ ഷെയ്ഡിങ് ദിസ് ക്വാഡ്രൻ്റ് ഓൺലി. ദാറ്റ് ഇസ് 1/4 ഓഫ് ദ സർക്കിൾ, അല്ലേ. സർക്കിളിൻ്റെ 1/4 ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഏരിയ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് കാണുക. അങ്ങനെ ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി, അപ്പോൾ ഇവിടെ എ മീൻസ് 0, ബി മീൻസ് എ. അപ്പോൾ ഇൻ്റഗ്രൽ ഫ്രം 0 ടു എ വൈ ഡി എക്സ്. ഇൻ്റഗ്രൽ ഫ്രം 0 ടു എ വൈ ഡി എക്സ്. അപ്പോൾ ആ ഏരിയ എന്ന് പറയുമ്പോൾ ഷെയ്ഡ് ചെയ്ത പാർട്ട് മാത്രം. ആ കിട്ടുന്ന ആൻസറിനെ ഇൻറ്റു 4 ആക്കുമ്പോൾ ടോട്ടൽ സർക്കിളിൻ്റെ ഏരിയ കിട്ടും. ക്ലിയർ? അപ്പോൾ ഏരിയ ഓഫ് ദ ഷെയർഡ് പാർട്ട് ഈസ് ഈക്വൽ ടു വാട്ട് ഇൻ്റഗ്രൽ ഫ്രം 0 ടു എ വൈ ഡി എക്സ്. ആ ഫോർമുല ഇവിടെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ഇസ് വൈ? ഗിവൺ ദാറ്റ് x square plus y square equal to a square. x square plus y square equal to a square, or y square equal to what? a square. ഈ x square അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ a square minus x square, and y is equal to what? root of a square minus x square. അപ്പോൾ integral from a to b y dx means what? integral from a to b, that is 0 to a to b, y ഇപ്പോൾ കിട്ടി root of a square minus x square dx. അങ്ങനെ ഓക്കെ. ഇനി ഏരിയ ഓഫ് ദ ഹോൾ സർക്കിൾ മീൻസ് വാട്ട്? ഇതിപ്പോൾ ഈ റീജൻ മാത്രം. ദെൻ വി ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ് റീജൻ ബൈ 4. ടോട്ടൽ ആകുമ്പോൾ 4 ആവും. 4 ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം 0 ടു എ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഈ ആൻസർ, ഇതിൻ്റെ ഇൻ്റഗ്രൽ ഇതാണ്. അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് നോക്കണം. അത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് അത്. ഇപ്പോൾ 4 ഇൻറ്റു, അപ്പോൾ വാട്ട് ഈസ് ഇൻ്റഗ്രൽ ഫ്രം റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ഇത് ബൈ ഹാർട്ട് ചെയ്യുക. x/2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് x/a. ഇതാണ് ഇതിൻ്റെ ആൻസർ. എന്നിട്ട് ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ആയതുകൊണ്ട് എന്ത് ചെയ്യണം? ലിമിറ്റ് കൊടുക്കണം. 0 to a, അല്ലേ, 0 to a കൊടുക്കണം. സോ ഫസ്റ്റ് യു ഗീവ് a ഫോർ എക്സ്, ദെൻ 0 ഫോർ എക്സ്. ആദ്യം എക്സിന് a ഇട്ട് കൊടുക്കുക, പിന്നെ എക്സിന് 0 കൊടുക്കും. നമ്മൾ ഈ ഡെഫിനറ്റ് ഇൻ്റഗ്രലിൽ എങ്ങനെയാണോ ഇൻ്റഗ്രേഷൻ ചെയ്തത് അതേപോലെ ഇത് ചെയ്യണം. അപ്പോൾ ഈ ഇൻ്റഗ്രൽ ഫ്രം ഓർ ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് x/2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് x/a, ആൻഡ് വി ആർ പുട്ടിങ് ദ ലിമിറ്റ് ഫ്രം 0 ടു a. അങ്ങനെ 4 ഇൻറ്റു a/2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. സോ ഫസ്റ്റ്ലി വി ആർ അപ്ലൈയിങ് a ഫോർ എക്സ്. അപ്പോൾ എക്സ് കാണുന്നിടത്തുള്ള എ കൊടുക്കുന്നു. അപ്പോൾ a/2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പോൾ ഇത് ഇവിടെ a/2 വരും, എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ വരും. ദിസ് ഓൺ a/2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് x/a ആയിരുന്നു. അപ്പോൾ എക്സിന് പകരം എ കൊടുത്തു. എന്നിട്ട് മൈനസ്, അപ്പോൾ എക്സിന് എ കൊടുത്തു, ഇനി അടുത്തിന് എക്സിന് 0 കൊടുക്കണം. എക്സ് കാണുന്നത് 0. അപ്പോൾ 0/2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, എക്സ് മീൻസ് 0 ആയി, പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് x/a, എക്സിന് പകരം 0.
അപ്പോൾ അത് ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്താ, ലിമിറ്റ് 0 to a. അപ്പോൾ ആദ്യം എക്സിന് എ കൊടുക്കുക, എന്നിട്ട് മൈനസ് എക്സിന് 0 കൊടുക്കുക. അതാണ് ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചെയ്യാനുള്ള ഒരു മെത്തേഡ്. അപ്പോൾ അങ്ങനെ ഇത് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ 0 ആയി. അപ്പോൾ ഈ ടൈം ഇത്രയും 0 തന്നെയാണ്. പിന്നെ എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എ ബൈ എ മീൻസ് വാട്ട് 1. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1 മൈനസ് ഇത് 0 ആയി, കാരണം 0 ബൈ 2 0 ആയി, ഇതും മൊത്തം 0 ആയി. സോ ഇതെല്ലാം 0 ആയി. അപ്പോൾ 4 ഇൻറ്റു എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് 1. നമുക്കറിയാം 10ാം ക്ലാസ്സിൽ വരെ പഠിച്ചിട്ടുണ്ട്, സൈൻ 90 ആണ് 1. സോ സൈൻ 90 1 മീൻസ് സൈൻ ഇൻവേഴ്സ് 1 90 ആവും അല്ലേ, ഇൻവേഴ്സ് ടെക്നോമെട്രി. സൈൻ 90 ആണ് 1. അപ്പോൾ 90 ആണ് ഇവിടെ 1. 90 മീൻസ് പൈ ബൈ 2. പൈ മീൻസ് 180 ഡിഗ്രി. അപ്പോൾ എ സ്ക്വയർ ബൈ 2 പൈ ബൈ 2. അപ്പോൾ ഇവിടെ 4 ഉണ്ട്. 2 ഇൻറ്റു 2 4 കട്ടാവും. അപ്പോൾ വാട്ട് ഈസ് ഫൈനൽ എ സ്ക്വയർ പൈ ഓർ പൈ എ സ്ക്വയർ. നമുക്ക് പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ഏരിയ ഓഫ് എ സർക്കിൾ, പൈ ആർ സ്ക്വയർ, വേർ ആർ ഇസ് ദ റേഡിയസ്. ബട്ട് ഫോർ ദിസ് ക്വസ്റ്റ്യൻ radius is what, a. So instead of r we are using here what, a. So area of a circle is what, pi a square. Instead of pi r square, here pi a square നമുക്ക് കിട്ടും. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ നമുക്ക് നേരത്തെ ഫെമിലർ ആണ്, ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചു. പൈ എ സ്ക്വയർ സ്ക്വയർ യൂണിറ്റ്. ഏരിയ ഈസ് ഓൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് സെൻറ്റിമീറ്റർ സ്ക്വയർ ഓർ മീറ്റർ സ്ക്വയർ, kilometer square, anyway any square unit, right? See next question, find the area enclosed by the ellipse x square by a square plus y square by b square is equal to 1. So firstly we are drawing an ellipse, and using integration we are finding the area of first quadrant only, isn't it? Area under the curve above the x-axis between the points 0 and this a. X square by a square, so this is a. Y square by b square, so this is b. This point is b. Or point is named as a point is expressed in Cartesian form. So point means what, 0 comma b, whereas this one a comma 0. So integrating from 0 to a y dx. Integrating from 0 to a y dx, that is area of this shaded part only. Then what is y? Y means y can be taken from here, x square by a square plus y square by b square equal to 1. So y square by b square equal to what? 1 minus x square by a square. So cross multiply, we will get a square minus x square by a square. Then y is equal to what? You can transpose this b square to right side. So b square by a square, b square ഇപ്പുറത്തേക്ക് വന്നു, b square by a square into a square minus x square. Then what will be y taking its square root. അപ്പോൾ സ്ക്വയർ റൂട്ട് ആകുമ്പോൾ ഇത് b by a ആവും, ഇവിടെ റൂട്ട് വരും. അപ്പോൾ y കിട്ടി. y means b by a root of a square minus x square. Okay. Since b and a are constants, that can be taken outside. b by a integral from 0 to a root of a square minus x square. Okay. ഇനി ഏരിയ ഓഫ് എലിപ്സ് എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു, ഇത് ഒരു പാർട്ട് മാത്രം 4 ഇൻറ്റു ആക്കുമ്പോൾ ഏരിയ ഓഫ് എലിപ്സ് കിട്ടി. നേരത്തെ പോലെ തന്നെ ചെയ്യാം. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആൻഡ് അപ്ലൈങ് ലിമിറ്റ് ഫ്രം 0 to a. അതുപോലെ തന്നെ ചെയ്യാം. ആദ്യം എക്സ് കാണുമ്പോൾ എ കൊടുക്കുക, പിന്നെ എക്സ് കാണുമ്പോൾ ആര് കൊടുക്കണം, 0 കൊടുക്കണം. അപ്പോൾ മുമ്പ് എങ്ങനെയാണ് ചെയ്തത് അതേപോലെ ചെയ്യുക. ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്തു. അപ്പോൾ നമുക്ക് പൈ എ ബി എന്ന് കിട്ടും ലാസ്റ്റ് ആണ്. നേരത്തെ സർക്കിളിൽ എന്താ കിട്ടിയ പൈ ആർ സ്ക്വയർ. സി ഇപ്പോൾ ആ സർക്കിളിൽ എലിപ്സിൽ ഇത് എങ്ങനെ സർക്കിളാവുക, സർക്കിളാവണമെങ്കിൽ ഇങ്ങനെ പരന്ന് വരാൻ പാടില്ല, ഫുള്ള് വരണം. അപ്പോൾ ഇത്രയും തന്നെ ആയിരിക്കണം മുകളിലോട്ട് ഉണ്ടാവണം, അപ്പോഴാണ് സർക്കിളാവുക. വിച്ച് മീൻസ് വാട്ട്, ഇതും എ ആവണം, ഇതും ബി ആവണം അല്ലേ. അപ്പോൾ എയും ഈ ബിയും ഈക്വൽ ആകുമ്പോൾ, അങ്ങനെ ആകുമ്പോഴാണ് ഒരു എലിപ്സ് സർക്കിളാവുക. അത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും. എ ബി വേണ്ട, എ തന്നെ ആവണം. അപ്പോൾ പൈ എ മീൻസ് വാട്ട്, പൈ എ സ്ക്വയർ. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ മനസ്സിലായില്ലേ. ഞാൻ സർക്കിളിൻ്റെ ഏരിയ എന്താ കിട്ടിയത്, പൈ എ സ്ക്വയർ. ഇപ്പോൾ എലിപ്സിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എങ്ങനെ എ സ്ക്വയർ വന്നേ, എ ഇൻറ്റു എ സ്ക്വയർ. എലിപ്സ് ആകുമ്പോഴോ എ ഇൻറ്റു ബി, പൈ എ ബി. ക്ലിയർ. അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ ഈസ് വാട്ട്, പൈ എ സ്ക്വയർ. ഏരിയ ഓഫ് എലിപ്സ് ഈസ് വാട്ട്, പൈ എ ബി. അപ്പോൾ ആ മാറ്റം നമുക്ക് മനസ്സിലാവും. അപ്പോൾ സർക്കിൾ ചോദിച്ചാലും എലിപ്സ് ചോദിച്ചാലും ഇറ്റ്സ് ആൻസർ നമുക്ക് ഓൾറെഡി നമ്മൾ മൈൻഡിൽ ഉണ്ടാവണം. ഏരിയ ഓഫ് സർക്കിൾ ഈസ് പൈ എ സ്ക്വയർ, വേർ എ ഈസ് ദ റേഡിയസ്. ഏരിയ ഓഫ് എലിപ്സ് ഈസ് വാട്ട്, പൈ എ ബി, വേർ എ ആൻഡ് ബി ആർ മേജർ ആൻഡ് മൈനർ ആക്സസ്, സെമി മേജർ ആൻഡ് സെമി മൈനർ ആക്സസ് അല്ലേ. എന്താണ് മേജർ ആക്സസ്, മൈനർ ആക്സസ്? ഇതാണ് മേജർ ആക്സസ്, ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഇത് മൈനർ ആക്സസ്. അപ്പോൾ ഇതിന് പകുതിയാണ് നമ്മളിപ്പോൾ എ എന്ന് പറഞ്ഞത്. സെമി മേജർ ആക്സസ്, ഇത് സെമി മൈനർ ആക്സസ്. അങ്ങനെ നമുക്ക് ചെയ്യാം. സിമിലർലി
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ 4 + y സ്ക്വയർ ബൈ 9 = 1. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ട് പോകാം. So you are given x square by 4 plus y square by 9 = 1. Here 4 can be taken as 2 square, 9 means 3 square. So x square by a square plus y square by b square is equal to 1. So a b നമുക്ക് മനസ്സിലായി. Then the ellipse is of the form. ഇതാണ് എലിപ്സ്. എന്തുകൊണ്ടാണ്? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. ഇത് വലുതാവണം, ഇത് ചെറുതാവണം. ഇത് വലുതും ഇത് ചെറുതുമാകുമ്പോഴാണ് നമ്മൾ ഈ ഫോമിലുള്ള എലിപ്സ് വരിക. ഇവിടെ വലുതും ഇവിടെ ചെറുതുമാകുമ്പം ആ ഫോമിൽ ഈ ഫോമിൽ വരും. ഇത് ചെറുതും ഇത് വലുതുമാകുമ്പോൾ ഇതാണ് ഫോം, ഇങ്ങനെ വരും എലിപ്സ്. ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പം എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഇപ്പം 2 സ്ക്വയർ, അപ്പോൾ ഇവിടെ 2 ആണ്. ഇത് y സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇത് 3 ആണ്. അപ്പോൾ ഫിഗർ മനസ്സിലായി. ഇപ്പം നേരത്തെ പോലെ ചെയ്യുക. ഏരിയ ഓഫ് ദ ഷെയർഡ് പാർട്ട് മീൻസ് ഇൻ്റർ ഫ്രം 0 to 2 y dx. നേരത്തെ എടുത്ത പോലെ y എടുത്തു, അതേപോലെ തന്നെ കിട്ടി y. 3/2 ഔട്ട് സൈഡ് ചെയ്തു അല്ലേ? അങ്ങനെ ഔട്ട് സൈഡ് ചെയ്ത് നമുക്ക് പോകാം. അപ്പോൾ എക്സിന് പകരം ആദ്യം 2 കൊടുത്തു, പിന്നെ എക്സിന് പകരം 0 കൊടുത്തു, 2 സബ്ട്രാക്ട് ചെയ്തു. അതെല്ലാം സെയിം തന്നെ. അങ്ങനെ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇത് കിട്ടി 6π/4 കിട്ടി. ഇപ്പോൾ ഏരിയ ഓഫ് ദ ഗിവൺ എലിപ്സ് മീൻസ് വാട്ട് ആ കിട്ടിയതിൻ്റെ നമ്മളിപ്പോൾ ഒരു പാർട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലേ? അപ്പം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ എലിപ്സിൻ്റെ ഏരിയ കിട്ടും. ഈ 4 ഇൻ്റർവൽ ഫ്രം 0 to 2 y dx. അപ്പോൾ 4 × 6π/4. ഓക്കെ, അപ്പോൾ 6π² യൂണിറ്റ് ആണ് ഈ എലിപ്സിൻ്റെ ഏരിയ. Similarly, വേറെ എലിപ്സ് നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ 16 + y സ്ക്വയർ ബൈ 9 = 1. ഹിയർ 16, 9. അപ്പോൾ ഇതാണ് വലുത്. അപ്പോൾ ഫിഗർ ഇങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പോൾ 16 മീൻസ് 4 സ്ക്വയർ, 9 3 സ്ക്വയർ. അപ്പോൾ ഫിഗറൊക്കെ ക്ലിയർ ആയി. ഷെയർഡ് പാർട്ട് കണ്ടു. ഇൻ്റഗ്രൽ ഫ്രം 0 to 4 y dx. y നേരത്തെ എടുത്ത പോലെ നമ്മൾ എടുത്തു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നു. അതേപോലെ തന്നെ അല്ലേ? 0 to 4 3/4 √16/s. അങ്ങനെ ചെയ്തപ്പോൾ ആദ്യം എക്സിന് 4 കൊടുത്തു, പിന്നെ എക്സിന് 0 കൊടുക്കുക. അങ്ങനെ സബ്ട്രാക്ട് ചെയ്തു. ആ ഡെഫിനറ്റ് ചെയ്തത് എങ്ങനെയാണോ അതേപോലെ ചെയ്ത് പോവുക. സോ ആൻസർ വിൽ ബി വാട്ട് 12π² യൂണിറ്റ്. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഫോക്കസ് ഏരിയയിൽ ഈ വർഷത്തെ 2021 മാർച്ചിൽ വരുന്ന +2 ഹയർ സെക്കൻഡറി എക്സാമിനേഷനിൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രേഷനിൽ നിന്ന് വരിക. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് ശരിക്കും പഠിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഏരിയ അണ്ടർ ദ കർവ് ഈ ഭാഗത്ത് നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, നമുക്കിപ്പോൾ ഈ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ദിവസം അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് വരാം. ഓക്കെ.